പ്രധാനപ്പെട്ട ഏരിയ ആയിരുന്നു റെസിഡൻസ് ആൻഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്ന ഏരിയ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഒരു പുതിയ ടോപ്പിക്കിലേക്കാണ്, അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി വരുന്ന ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, രണ്ട് കോൺസെപ്റ്റുകൾ ടാക്സ് ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഗ്രോസ് ടോട്ടൽ ഇൻകവും അതുപോലെ തന്നെ ടോട്ടൽ ഇൻകവും. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ മീനിങ് നമ്മൾ അന്നേരം പറഞ്ഞത്, ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഒരു അസസിയുടെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം കമ്പ്യൂട്ട് ചെയ്യപ്പെടുന്ന ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയാം. ബിഫോർ മേക്കിംഗ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U. 80C മുതൽ 80U വരെയുള്ള സെക്ഷൻസ് പ്രകാരം ഡിഡക്ഷന്റെ എമൗണ്ട് കുറക്കുന്നതിന് മുമ്പുള്ള ഒരു അസസിയുടെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം കമ്പ്യൂട്ട് ചെയ്യപ്പെടുന്ന ഇൻകം ആണ് ഗ്രോസ് ടോട്ടൽ ഇൻകം, അല്ലെ? എന്നാൽ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് സെക്ഷൻ 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് കുറച്ചാൽ കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ടോട്ടൽ ഇൻകം എന്ന പേരിൽ വിളിക്കുന്നത്. നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തെ കുറിച്ച് പറഞ്ഞ മറ്റൊരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഇതാണ്: ഗ്രോസ് ടോട്ടൽ ഇൻകം ഈസ് ദി അഗ്രിഗേറ്റ് ഓഫ് 5 ഹെഡ്സ് ഓഫ് ഇൻകം. 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിന്റെ 5 ഹെഡ്സിന്റെ ടോട്ടലിനെയാണ് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന പേരിൽ വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം അതാണ്, ഏതാണ് ഈ 5 ഹെഡ്സ് ഓഫ് ഇൻകം എന്നുള്ളതാണ്. ഓക്കെ, സോ ആസ് പെർ സെക്ഷൻ 14 വി ഹാവ് 5 ഹെഡ്സ് ഓഫ് ഇൻകം. സെക്ഷൻ 40 അനുസരിച്ച് നമുക്ക് 5 ഹെഡ്സ് ഓഫ് ഇൻകം ആണ് സെക്ഷൻ 14 പ്രകാരം ഉള്ളത്. നമ്മൾ നേരത്തെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നുള്ള ആ കോൺസെപ്റ്റ് പഠിച്ചപ്പോൾ തന്നെ ആ 5 ഹെഡ്സ് ഓഫ് ഇൻകം ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പരാമർശിച്ചതാണ്. എങ്കിലും നമുക്ക് ഇതിനകത്തൊന്ന് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം എന്തൊക്കെയാണ് ആ 5 ഹെഡ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഒരു അസസിക്ക് അയാൾ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കാൻ ലയബിൾ ആയിട്ടുള്ള ഒരാളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അയാളുടെ റെസിഡൻസ് സ്റ്റാറ്റസ് നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കുന്നു അയാൾ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ടതാണോ. അങ്ങനെ ഒരു ഇൻകം ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ട ഇൻകം ആണെങ്കിൽ ആ ഇൻകത്തെ നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ അതിനെ ഗ്രൂപ്പ് ചെയ്യുക, നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്തുകൊണ്ട് വേണം ഒരു അസസിയുടെ ഇൻകം ആയിട്ട് അതിനെ കാണിക്കാൻ. നമ്മൾ ഇൻകത്തിന്റെ സോഴ്സ് എന്ന് പറയുമ്പോൾ അത് ഇൻഫൈനൈറ്റ് ആണ്, അല്ലെ? നമുക്ക് പറയാൻ കഴിയാത്ത അത്രയും സോഴ്സുകൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ 5 ടൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഇൻകത്തെ എല്ലാം കൂടെ ക്ലാസിഫൈ ചെയ്യണം. അപ്പൊ അതിനാണ് നമ്മൾ സെക്ഷൻ 14 പ്രകാരം 5 ഹെഡ്സ് ഓഫ് ഇൻകം ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ അതിൽ ഏറ്റവും ആദ്യത്തെ ഹെഡ് ഓഫ് ഇൻകം ഇൻകം ഫ്രം സാലറീസ് എന്ന് പറയുന്നതാണ്. സെക്ഷൻ 15 മുതൽ സെക്ഷൻ 17 വരെയുള്ള ഇൻകം ടാക്സ് ആക്ടിലെ പ്രൊവിഷൻസ് ആണ് സാലറി ഇൻകവുമായി ബന്ധപ്പെട്ട് നമുക്ക് മുമ്പിൽ വരുന്നത്. രണ്ടാമത്തെ ഹെഡ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഹെഡ് ഓഫ് ഇൻകം ആണ്. സെക്ഷൻ 22 മുതൽ സെക്ഷൻ 27 വരെയുള്ള പ്രൊവിഷൻസ് ആണ് ഹൗസ് പ്രോപ്പർട്ടി ഇൻകവുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് ആക്ടിനകത്തുള്ളത്. മൂന്നാമത്തെ ഹെഡ് ഓഫ് ഇൻകം പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡ് ഓഫ് ഇൻകം ആണ്. സെക്ഷൻ 28 മുതൽ സെക്ഷൻ 44 വരെ ഈ ഒരു ഹെഡുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് ആണ്. ദി ഫോർത്ത് ഹെഡ് ഓഫ് ഇൻകം ഈസ് ക്യാപിറ്റൽ ഗെയിൻസ്. സെക്ഷൻ 45 ടു സെക്ഷൻ 55 അതാണ് ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്ന ഹെഡുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ്. അവസാനത്തെ ഹെഡ് ഓഫ് ഇൻകം ആണ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. സെക്ഷൻ 56 മുതൽ സെക്ഷൻ 59 വരെയുള്ള പ്രൊവിഷൻസ് ആണ്. അപ്പൊ നമ്മൾ ചുരുക്കി പറഞ്ഞ സെക്ഷൻ 14 പറയുന്നത് സെക്ഷൻ 15 മുതൽ സെക്ഷൻ 59 വരെയുള്ള പ്രൊവിഷൻസ് അനുസരിച്ചിട്ടാണ് ഒരു അസസിയുടെ ഒരു പ്രീവിയസ് ഇയറിലെ ഇൻകം എന്താണ് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് 5 ഹെഡ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. Then നെക്സ്റ്റ് ഇപ്പൊ ഇതിനകത്ത് ജസ്റ്റ് നമ്മൾ ഈ ഹെഡുകളെ കുറിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ അതിലെല്ലാം തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആദ്യത്തെ 4 ഹെഡ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഹെഡുകളാണ്. കൃത്യമായിട്ട് അതിൽ എന്ത് ഇൻകമാണ് വരേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ട്. അതിൽ ഇൻകം ഫ്രം സാലറീസ് എന്ന് പറയുമ്പോൾ സാലറിയുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഒരാളുടെ ഇൻകം ആണ്, അല്ലെ? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഒരു ബിൽഡിംഗ് ഓൺ ചെയ്യുന്ന ഒരാൾക്ക് അത് വാടക കൊടുക്കുകയോ അല്ലാതിരിക്കുകയോ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഇൻകം ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ. മൂന്നാമത്തെ ഹെഡിനകത്ത് പറഞ്ഞ് ബിസിനസ്സിലൂടെ കിട്ടുന്ന പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷനിലൂടെ കിട്ടുന്ന ഗെയിൻ ആണ് മൂന്നാമത്തെ ഹെഡ് ഓഫ് ഇൻകം. ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുമ്പോൾ ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ
ഒരു അസറ്റ് വിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രോഫിറ്റിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന പേരിൽ വിളിക്കുക. ഇനി അഞ്ചാമത്തെ ഹെഡ് എന്ന് പറയുമ്പോൾ അതർ സോഴ്സസ് ആണ് അല്ലെ. എന്ന് പറഞ്ഞാൽ ഒരു അസസിക്ക് ഒരു ഇൻകം ഇന്ത്യയിൽ ഉണ്ടാവുകയും അത് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ട ഇൻകം ആവുകയും ചെയ്യുകയാണെങ്കിൽ ആ ഇൻകത്തെ നമ്മൾ ആദ്യം പറഞ്ഞ 4 ഹെഡ്സിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുമോ നോക്കണം. ആ സെക്ഷൻ പ്രകാരം ഒന്നും ഉൾപ്പെടുത്താൻ കഴിയാത്ത ഒരു ഇൻകം ആണ്, ടാക്സബിളും ആണ്. അങ്ങനെ വരുന്ന ഇൻകം എല്ലാം തന്നെ നമ്മൾ കാണിക്കുന്നത് ഈ അഞ്ചാമത്തെ ഹെഡ് ഓഫ് ഇൻകം ആയിട്ടാണ്. ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ഹെഡിനകത്താണ് നമ്മൾ അതിനെ കാണിക്കുന്നത്. നെക്സ്റ്റ് നമ്മളിപ്പോ ഇതില് നമ്മുടെ ഓരോ ഹെഡായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇൻകം ഫ്രം സാലറീസ് മുതലാണ് നമ്മളെ ഹെഡ് തുടങ്ങുന്നത്. അപ്പൊ നമ്മളെ ഏറ്റവും ആദ്യത്തെ ഹെഡ് ഓഫ് ഇൻകം ഇൻകം ഫ്രം സാലറീസ് എന്ന് പറയുന്ന ഹെഡ് ഓഫ് ഇൻകത്തിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ ടേം സാലറി? സാലറി എന്ന് പറയുന്ന ടേമിന്റെ മീനിങ് എന്താണ്? Then we can define salary as any remuneration payable by an employer to his employee in consideration of his service. വളരെ സ്പെസിഫിക് ആണ് മീനിങ് അല്ലെ, വളരെ കൃത്യമായിട്ടുള്ള മീനിങ് ആണ്. എന്താണ് അതിനകത്ത് പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, എനി റെമുണറേഷൻ, എന്ത് റെമുണറേഷനും ആവാം. എനി റെമുണറേഷൻ എന്ന് പറയുമ്പോൾ അത് ക്യാഷ് ആയിട്ടാവാം, ക്യാഷ് ആയിട്ടല്ലാതെ ആവാം, മറ്റു ബെനിഫിറ്റ്സ് ആയിട്ടാവാം. അപ്പൊ എന്ത് റെമുണറേഷൻ ആണെങ്കിലും പേയബിൾ ബൈ അൻ എംപ്ലോയർ ടു ഹിസ് എംപ്ലോയി, അത് കൊടുക്കുന്നത് എംപ്ലോയർ ആണ്, അത് കിട്ടുന്നത് എംപ്ലോയിക്കാണ്. എന്തിനാണ് ഈ എമൗണ്ട് കൊടുക്കുന്നത്? ഇൻ കൺസിഡറേഷൻ ഓഫ് ഹിസ് സർവീസ്. ഒരു എംപ്ലോയി എംപ്ലോയർക്ക് വേണ്ടി ചെയ്യുന്ന സർവീസിനുള്ള പ്രതിഫലമായിട്ട് അല്ലെ, അതിന് പ്രതിഫലമായിട്ട് എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന എന്ത് റെമുണറേഷൻ ആണെങ്കിലും, അത് ഏത് തരത്തിലുള്ള പ്രതിഫലമാണെങ്കിലും അതെന്താണ്? ഇൻകം ഫ്രം സാലറീസ് എന്ന പേരിലാണ് നമ്മൾ ആ ഇൻകത്തെ, ആ ഇൻകം കിട്ടിയ ആളുടെ ഇൻകം ടാക്സ് അസസ്മെന്റ്. ഇനി നമ്മൾ സാലറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് മോണിറ്ററി വാല്യൂ ഓഫ് ദോസ് ബെനിഫിറ്റ്സ് ആൻഡ് ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് ബൈ ദി എംപ്ലോയർ. സാലറി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് വെറും മോണിറ്ററി ബെനിഫിറ്റ്സ് മാത്രം ആയിക്കൊള്ളുന്നില്ല. എന്ന് പറഞ്ഞാൽ ക്യാഷ് ആയിട്ട് കിട്ടുന്ന, അതല്ലെങ്കിൽ ക്യാഷ് ഈക്വലൻസ് ആയിട്ട് കിട്ടുന്ന പേയ്മെന്റ് മാത്രമല്ല സാലറി. എന്തുകൂടെ സാലറിക്കകത്ത് വരും? ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ബെനഫിറ്റുകളും ഫെസിലിറ്റീസും അതിനൊക്കെ ഒരു വാല്യൂ ഉണ്ടാവും, ഒരു മോണിറ്ററി വാല്യൂ അതിനുണ്ടാവും. അത് കൈൻഡ് ആയിട്ടാണ് അല്ലെങ്കിൽ മറ്റു ബെനിഫിറ്റ് ആയിട്ടാണ് അത് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ടാവും? ഒരു മോണിറ്ററി വാല്യൂ ഉണ്ടാവും അല്ലെ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ഒരു എംപ്ലോയിക്ക് ഉപയോഗിക്കാൻ വേണ്ടി എംപ്ലോയർ കാറ് കൊടുക്കുകയാണ്. എംപ്ലോയറുടെ കാറാണ് എംപ്ലോയി അയാളുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അയാളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കും ഇതേ കാർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ കാർ എന്ന് പറയുന്ന ആ ഒരു ഫെസിലിറ്റി, കാർ ഫെസിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ബെനിഫിറ്റ് എംപ്ലോയർ എംപ്ലോയിക്ക് നൽകുന്നു. ഇത് എംപ്ലോയിക്ക് കിട്ടുന്ന അദ്ദേഹത്തിന്റെ ക്യാഷ് ബെനിഫിറ്റ്സിന് പുറമെയുള്ള ബെനിഫിറ്റ് ആണ് അല്ലെ. ക്യാഷ് ആയി കിട്ടുന്ന സാലറിയും മറ്റു അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് പുറമെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇങ്ങനെ ഒരു സർവീസ് കൂടെ എംപ്ലോയർ ഈ എംപ്ലോയിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ബെനിഫിറ്റ് അല്ലെങ്കിൽ നോൺ ക്യാഷ് ഫോമിലുള്ള സാധനമാണ്, സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിലും അതിന് മോണിറ്ററി വാല്യൂ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇതേ കാറ് ഈ എംപ്ലോയി പുറത്ത് നിന്ന് വാടകയ്ക്കെടുത്ത് ഉപയോഗിക്കുകയായിരുന്നെങ്കിൽ അയാൾ അതിന് എമൗണ്ട് കൊടുക്കേണ്ടി വരുമായിരുന്നു അല്ലെ. അതിപ്പോ എന്ത് ചെയ്യുന്നില്ല, ഇയാൾ കൊടുക്കേണ്ടി വരുന്നില്ല. കാരണം എംപ്ലോയർ കാറ് കൊടുത്തത് കൊണ്ട് ഇയാൾക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നില്ല? ഇയാൾക്ക് വേറെ കാറ് വാടകയ്ക്കെടുത്ത് ഉപയോഗിക്കേണ്ടി വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇയാൾ അതിന് കൊടുക്കേണ്ടി വരുമ്പോൾ അതിന് വാല്യൂ ഉണ്ടാവും, ഒരു മോണിറ്ററി വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ എന്താണ്? ഈ എംപ്ലോയിയുടെ സാലറി ഇൻകം ആണ്. അപ്പൊ സാലറി ഇൻകം എന്ന് പറയുമ്പോൾ ചുരുക്കി പറഞ്ഞതിന്റെ മീനിങ് അതാണ്. ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് എംപ്ലോയി ചെയ്യുന്ന സർവീസിന് പകരമായിട്ട് എന്ത് റെമുനറേഷൻ കൊടുത്തു കഴിഞ്ഞാലും അത് മോണിറ്ററി ആണെങ്കിലും നോൺ മോണിറ്ററി ആണെങ്കിലും നമ്മളതിന്റെ സാലറി ഇൻകം ആയിട്ട് കണക്കാക്കപ്പെടണം. അതാ അതിന്റെ ബേസിക് ആയിട്ടുള്ള മീനിങ്. പിന്നെ നമ്മൾ ഇതിനകത്ത് കാണുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സെക്ഷൻ 15 പ്രകാരം എന്താണ് ഈ സാലറി എന്ന ഹെഡിനകത്ത് ടാക്സ് ചെയ്യപ്പെടുന്ന ഇൻകം? വിച്ച് ഇൻകംസ് ആർ ടാക്സബിൾ അണ്ടർ സാലറി? സാലറി ആയിട്ട് ടാക്സ് ചെയ്യപ്പെടുന്ന ഇൻകം ഏതൊക്കെയാണെന്നുള്ളതാണ് സെക്ഷൻ 15 പറയുന്നത്. അതിൽ 3 കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത് പറയുന്നത് സാലറി ഡ്യൂ ഇൻ ദി പ്രീവിയസ് ഇയർ വെദർ പെയ്ഡ് ഓർ നോട്ട്. ഒരു പ്രീവിയസ് ഇയറിൽ ഒരു അസസിക്ക് സാലറി ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ
അത് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും, അത് എംപ്ലോയർ കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും സാലറി ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അതിന് ടാക്സ് കൊടുക്കണം. ഒരു ഉദാഹരണം പറയാം. 2021 മാർച്ച് മാസത്തെ സാലറി ഡ്യൂ ആവുന്നത് മാർച്ച് 31 തീയതിയാണ്. അപ്പൊ 2021 മാർച്ച് 31 ഇയാൾക്ക് സാലറി കിട്ടേണ്ട സമയമായിട്ടുണ്ട്. ചിലപ്പോൾ സാലറി അന്ന് തന്നെ കിട്ടും, ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ സാലറി കിട്ടുന്നുണ്ടാവുക ഏപ്രിൽ ഫസ്റ്റ് വീക്കിലൊക്കെ ആയിരിക്കും, അല്ലെ? അപ്പൊ ഏപ്രിൽ എന്ന് പറയുമ്പോൾ ശരിക്കും എന്തായി? അടുത്ത വർഷമായി, അടുത്ത ഫിനാൻഷ്യൽ ഇയർ ആയി, അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ നമുക്ക് മുമ്പിൽ ക്വസ്റ്റ്യൻ വരും, ഈ ഡ്യൂ ആയ സാലറി നമ്മൾ ഈ മാർച്ച് വരെയുള്ള ആ ഫിനാൻഷ്യൽ ഇയർ, ആ പ്രീവിയസ് ഇയറിലെ ഇൻകം ആയിട്ട് എടുക്കണോ? കാരണം മാർച്ചിൽ ഡ്യൂ ആയ സാലറിയാണ്, അങ്ങനെ എടുക്കണോ? അതല്ല ഇത് കിട്ടിയത് ഏപ്രിൽ ആയതുകൊണ്ട് ഏപ്രിൽ തുടങ്ങുന്ന അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്കാണോ ടാക്സ് ചെയ്യപ്പെടുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. അതിന്റെ ആൻസർ ആണ് ഈ പറയുന്നത്. എന്താണ്? സാലറി പ്രീവിയസ് ഇയറിൽ ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ, അത് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ന് പറയാം, മാർച്ച് 2021 മാർച്ച് 31 ഒരാൾക്ക് സാലറി ഡ്യൂ ആണ്, പക്ഷെ കിട്ടിയത് ഏപ്രിലാണ്. അത് കിട്ടിയത് എപ്പോ എന്നുള്ളത് പ്രശ്നമല്ല. ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ അത് ആ മാർച്ച് ഉൾപ്പെടുന്ന ഫിനാൻഷ്യൽ ഇയറിലെ ഇൻകം ആണ്, പ്രീവിയസ് ഇയറിലെ ഇൻകം ആണ്. അതിന് നമ്മൾ സാലറി ഇൻകം ആയിട്ട് ആ വർഷം ടാക്സിന് വേണ്ടി പരിഗണിക്കേണ്ടി വരും. രണ്ടാമത് പറയുന്നത് അഡ്വാൻസ് സാലറിയാണ്. സാലറി അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ അർത്ഥം അടുത്ത വർഷം കിട്ടേണ്ട സാലറിയുടെ എമൗണ്ട് എന്ന് പറയുമ്പോൾ ഏപ്രിൽ മാസം, ഇപ്പൊ അടുത്ത വർഷമാണ് ഏപ്രിൽ മെയ് എന്നൊക്കെ പറയുന്ന മാസങ്ങൾ, അല്ലെ? ആ ഏപ്രിൽ മെയ് മാസങ്ങൾ 2 മാസങ്ങൾ അഡ്വാൻസ് സാലറി എന്ത് ചെയ്യാണ്? ഈ എംപ്ലോയി മാർച്ചിൽ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എംപ്ലോയർ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിന്റെ ഭാഗമായിട്ടോ എന്തെങ്കിലും ആയിട്ട് 2 മാസം സാലറി എമൗണ്ട്, ഏപ്രിൽ മെയ് മാസങ്ങളിലെ സാലറി എമൗണ്ട് മാർച്ചിൽ തന്നെ എംപ്ലോയി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ അഡ്വാൻസ് ആയി കിട്ടിയ സാലറിയും എന്ത് ചെയ്യണം? ഈ കിട്ടുന്ന വർഷം അതിന്റെ സാലറി ഇൻകം ആയിട്ട് ഈ ഹെഡിനകത്ത് ഉൾപ്പെടുത്തണം. മൂന്നാമത് പറയുന്നത് അരിയർ ഓഫ് സാലറി ഇഫ് നോട്ട് ചാർജ്ഡ് ഇൻ ഏർലിയർ പ്രീവിയസ് ഇയർ. എന്തെങ്കിലും അരിയർ ഓഫ് സാലറി വരികയാണ് എന്ന് പറയുമ്പോൾ മുൻ വർഷങ്ങളിൽ കിട്ടേണ്ടിയിരുന്ന, മുമ്പത്തെ വർഷങ്ങളിൽ കിട്ടേണ്ടിയിരുന്ന സാലറി എമൗണ്ട് ആ വർഷം കിട്ടിയിട്ടില്ല, ഡ്യൂ ആയിട്ടില്ല എന്ന് പറയുമ്പോൾ സാലറി എന്ന് പറയുന്ന എമൗണ്ട് ഇയാൾക്ക് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് ഓക്കെയാണ്, പക്ഷെ ഇത് സാലറി ഡ്യൂ ആയിട്ടുള്ള, സാലറി കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള സാലറി എമൗണ്ട് അരിയർ ആയിട്ട് അയാൾക്ക് ഈ വർഷം കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ വർഷം കിട്ടുന്ന ആ അരിയർ സാലറിയെയും അദ്ദേഹത്തിന്റെ ടാക്സബിൾ സാലറി ഇൻകം ആയിട്ട് കണക്കാക്കണം. എങ്ങനെയാണെങ്കിൽ മാത്രം ഇഫ് നോട്ട് ചാർജ്ഡ് ഇൻ ഏർലിയർ പ്രീവിയസ് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ സാലറി ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിലും ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഇവിടെ ഒരു കാര്യം ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷത്തെ സാലറി എമൗണ്ട് ആണ് ഡ്യൂ ആയത്, അത് ആ വർഷം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ നേരത്തെ ഡ്യൂ ആയി എന്ന കാരണം കൊണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം അതിനെ ടാക്സബിൾ ഇൻകം ആയിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഈ വർഷം അത് ആക്ച്വലി കിട്ടുമ്പോൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഈ വർഷം സാലറി എമൗണ്ടിൽ കാണിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ കഴിഞ്ഞ വർഷം അത് ഡ്യൂ ആകുന്ന സമയത്ത് അതിന് ടാക്സബിൾ സാലറി ഇൻകം ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ അത് ഈ വർഷം കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഈ വർഷത്തെ ഇൻകം ആയിട്ട് അതിനെ കാണിക്കണം. അപ്പൊ ഇതാണ് സെക്ഷൻ 15 അനുസരിച്ച് സാലറി എന്ന ഹെഡിന് താഴെ ടാക്സ് ചെയ്യപ്പെടുന്ന ഇൻകം. എന്തൊക്കെയാണ്? ഒന്ന്, അതാത് പ്രീവിയസ് ഇയറിൽ ഡ്യൂ ആകുന്ന സാലറി എമൗണ്ട്. രണ്ടാമത്, അടുത്ത വർഷങ്ങളിൽ കിട്ടേണ്ട സാലറി എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് ഈ വർഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഈ വർഷത്തെ സാലറി ഇൻകം ആണ്. മൂന്നാമത്, അരിയർ ഓഫ് സാലറി, മുൻ വർഷങ്ങളിലെ സാലറിയുടെ അരിയർ എമൗണ്ട് അതാത് വർഷങ്ങളിൽ ടാക്സ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അത് കിട്ടുന്നത് ഈ വർഷമാണെങ്കിൽ ഈ വർഷത്തെ ഇൻകം ആയിട്ട് അതിനെ ഉൾപ്പെടുത്തണം. അതാണ് ഇൻകം ടാക്സബിൾ അണ്ടർ സാലറി എന്ന് പറയുന്ന ആ ഒരു ഹെഡിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഞാനിപ്പോ എന്തെല്ലാം ക്ലിയർ ആണോ? am I clear? ക്ലിയർ ആണോ ദിവ്യ? ക്ലിയർ ആണ് സർ. ദൃശ്യ ക്ലിയർ ആണല്ലോ അല്ലെ? ദൃശ്യ കേൾക്കുന്നില്ല തോന്നുന്നു അല്ലെ? ക്ലിയർ ആണ് സർ. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൂൾസ് റിഗാർഡിങ് സാലറി ഇൻകം. സാലറി ഇൻകവുമായി ബന്ധപ്പെട്ട ചില റൂളുകളാണ്, വളരെ പ്രധാനപ്പെട്ട റൂളുകളാണ്. നമ്മൾ സാലറി ഇൻകം എന്ന് പറയുന്ന ഒരു ഇൻകം നമ്മൾ ടാക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടുന്ന റൂൾസ് ആണ് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിലൊന്ന് ഇതാണ്, ദ റിലേഷൻഷിപ്പ് ഓഫ് എംപ്ലോയർ ആൻഡ് എംപ്ലോയി. ദർ ഷുഡ് ബി ദ റിലേഷൻഷിപ്പ് ഓഫ് എംപ്ലോയർ ആൻഡ് എംപ്ലോയി. ഓക്കെ, അതല്ലെങ്കിൽ മറ്റൊരു പറയുകയാണെങ്കിൽ ദ പേയർ മസ്റ്റ് ബി ദി എംപ്ലോയർ ആൻഡ് പേയി മസ്റ്റ് ബി ദി എംപ്ലോയി. പേയർ മസ്റ്റ് ബി ദി എംപ്ലോയർ ആൻഡ് പേയി മസ്റ്റ് ബി ദി എംപ്ലോയി. പേയർ കൊടുക്കുന്ന ആള്
അല്ലെ? കൊടുക്കുന്ന ആള് എന്താവണം? എംപ്ലോയർ ആവണം. കിട്ടുന്ന ആള് എംപ്ലോയിയും ആവണം. അങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എമൗണ്ട് സാലറി ആവുള്ളൂ. ഒരാൾക്ക് ഒരു എമൗണ്ട് കിട്ടി, ഓക്കെ, ആ കിട്ടിയ എമൗണ്ട് സാലറി ഇൻകം ആവണമെങ്കിൽ എന്ത് വേണം? സിമ്പിൾ ആയിട്ടുള്ള അതിന്റെ പ്രിൻസിപ്പിൾ ഇതാണ്. എന്ത് വേണം? അത് കൊടുത്ത ആൾ എംപ്ലോയറും അത് വാങ്ങിയ ആൾ എംപ്ലോയിയും ആണെങ്കിൽ ആ കിട്ടിയത് എന്ത് പേയ്മെന്റ് ആണെങ്കിലും എന്താണ്? അത് സാലറി ഇൻകം ആണ്. സോ ദർ ഷുഡ് ബി എ റിലേഷൻഷിപ്പ് ഓഫ് എംപ്ലോയർ ആൻഡ് എംപ്ലോയി. എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ റൂള് പറയുന്നത് സാലറീസ് ആൻഡ് പ്രൊഫഷണൽ ഇൻകം. സാലറി ഇൻകവും പ്രൊഫഷണൽ ഇൻകവും ആണ്. ഇത് രണ്ടും രണ്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഹെഡിനകത്താണ് കാണിക്കേണ്ടത്. നമ്മൾ പറഞ്ഞപ്പോ സമയത്ത് 5 ഹെഡ്സ് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടു അല്ലെ? ഇൻകം ഫ്രം സാലറീസ് ഒന്നാമത്തെ ഹെഡ് ഓഫ് ഇൻകം ആണ്. മൂന്നാമത്തെ ഹെഡ് ഓഫ് ഇൻകം ആണ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. അപ്പോൾ സാലറിയും പ്രൊഫഷനും രണ്ടും ഡിഫറെന്റ് ആണ്, രണ്ടും ഒന്നല്ല. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു ഡോക്ടർ അദ്ദേഹം ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും അതിന് ഗവൺമെന്റ് സാലറി കൊടുക്കും, എല്ലാ മാസവും സാലറി കൊടുക്കും അല്ലെ? അപ്പൊ ഇങ്ങനെ കിട്ടുന്ന സാലറി എമൗണ്ട് ഇയാൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഇൻകം ആണെങ്കിലും അദ്ദേഹം ഗവൺമെന്റിന്റെ എംപ്ലോയി ആണ് അല്ലെ? സാലറി കൊടുക്കുന്നത് ഗവൺമെന്റ് ആണ്. അപ്പൊ ഗവൺമെന്റ് എംപ്ലോയർ, കൊടുക്കുന്ന ആൾ എംപ്ലോയർ ആണ്, വാങ്ങുന്ന ഡോക്ടർ എംപ്ലോയി ആണ്. ഓക്കെ, അപ്പോൾ അവിടെ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് ഗവൺമെന്റ് ഇയാൾക്ക് കൊടുക്കുന്ന പേയ്മെന്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സാലറി ഇൻകം ആയിട്ട് വേണം നമ്മൾ ടാക്സ് ചെയ്യാൻ. അതേ സമയത്ത് ഇദ്ദേഹം ഉച്ചവരെയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഉള്ളത്. ഉച്ചയ്ക്ക് ശേഷം ഇയാൾ എന്ത് ചെയ്യാണ്? പുറത്തൊരു ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ പുറത്ത് ഇയാള് പ്രൈവറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാം അറിയാവുന്ന പോലെ തന്നെ ആ ഡോക്ടറെ ചെന്ന് കാണുന്ന സമയത്ത് ഡോക്ടർക്ക് എന്ത് കിട്ടും? അദ്ദേഹത്തിന് കൺസൾട്ടേഷൻ ഫീസ് കിട്ടും അല്ലെ? പേഷ്യൻസ് അദ്ദേഹത്തിന് ഫീസ് കൊടുക്കും. ഇങ്ങനെ കിട്ടുന്ന ഇൻകം അദ്ദേഹത്തിന്റെ എന്ത് ഇൻകം ആണ്? സാലറി ഇൻകം അല്ല, പ്രൊഫഷണൽ ഇൻകം ആണ്. കാരണം എന്താണ്? ഈ ഡോക്ടർ എന്ന് പറയുന്ന ആളും പേഷ്യന്റ് തമ്മിൽ എന്ത് റിലേഷൻഷിപ്പ് ഇല്ല? എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഇല്ല. കൊടുക്കുന്ന ഈ ഫീസ് കൊടുക്കുന്ന പേഷ്യന്റ് എന്തല്ല? ഈ കിട്ടുന്ന ഡോക്ടറുടെ എംപ്ലോയർ അല്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് അതെന്ത് ഇൻകം ആണ്? പ്രൊഫഷണൽ ഇൻകം ആണ്. അപ്പൊ ഇവിടെ ഈ രണ്ടിനും വ്യത്യാസം മനസ്സിലാക്കേണ്ടത്, ഒരേ ഡോക്ടർക്ക് അദ്ദേഹം ഒരേ സർവീസിന് കിട്ടുന്ന ഇൻകം ആണ് രണ്ടും അല്ലെ? അദ്ദേഹം ഗവൺമെന്റ് ഹോസ്പിറ്റൽ പേഷ്യൻസിനെ പരിശോധിക്കുമ്പോൾ കിട്ടുന്ന ഇൻകം ഫ്രം സാലറീസ് ആണ്. ഇദ്ദേഹം തന്നെ സ്വകാര്യമായിട്ട് ഇദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന അദ്ദേഹത്തിന്റെ ഇൻകം എന്ന് പറയുന്നത് അതിന്റെ പ്രൊഫഷണൽ ഇൻകം ആണ്. രണ്ട് ഹെഡിനകത്ത് കാണിക്കേണ്ട ഇൻകം ആയതുകൊണ്ട് അവ തമ്മിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ റൂള്. ഇനി തേർഡ് റൂള്, റെസിപ്റ്റ് ഫ്രം പേഴ്സൺസ് അതർ ദാൻ എംപ്ലോയർ. ഇനി എംപ്ലോയർ അല്ലാത്ത ഒരാൾ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിലോ? ഇപ്പൊ എംപ്ലോയർ കൊടുക്കുന്ന പേയ്മെന്റ് ആണ് ലിസ്റ്റ്, ഓക്കെ, സാലറി ഇൻകം ആണ്. ഇനി എംപ്ലോയർ അല്ലാത്ത ഒരാള് എന്തെങ്കിലും പേയ്മെന്റ് കൊടുക്കും. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ടാക്സി വാടക കൊടുക്കുന്നു. ടാക്സി വാടക സമയത്ത് നമ്മൾ ആവശ്യമായിട്ടുള്ള യാത്ര കഴിഞ്ഞ ടാക്സി ഫെയർ കൊടുക്കും അല്ലെ? അപ്പൊ ഈ ടാക്സി ഫെയർ കിട്ടുന്ന ഈ ടാക്സി ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആ ഇൻകം എന്ത് ഇൻകം ആണ്? അതൊരിക്കലും അതിന്റെ സാലറി ഇൻകം അല്ല അല്ലെ? കാരണം ആ പാസഞ്ചർ, ആ യാത്രക്കാരൻ എന്തല്ല? ഇയാളുടെ എംപ്ലോയർ അല്ല, സാലറി ഇൻകം അല്ല. പിന്നെ ഒരു ടാക്സി ഡ്രൈവർ എന്ന് പറയുമ്പോൾ ഒരു പ്രൊഫഷനും അല്ല, അത് പ്രൊഫഷണൽ ഇൻകം അല്ല. പിന്നെ എന്ത് ഇൻകം ആയിരിക്കും? പിന്നെ ഇൻകം എന്ന് പറയുമ്പോൾ അത് എന്ത് ഇൻകം ആണ്? ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. അപ്പോൾ എംപ്ലോയർ അല്ലാത്ത വേറെ ആരെങ്കിലും എന്തെങ്കിലും പേയ്മെന്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ സാലറി ഇൻകമായി കണക്കാക്കാൻ പാടില്ല. അത് നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ഹെഡിന് താഴെയാണ് ടാക്സബിൾ ഇൻകം ആയിട്ട് കാണിക്കേണ്ടത്. അതാണ് മൂന്നാമത്തെ റൂള്. ഫോർത്ത് റൂൾ നോക്കുക, പേയ്മെന്റ് മെയ്ഡ് ആഫ്റ്റർ സെസേഷൻ ഓഫ് എംപ്ലോയ്മെന്റ്. സെസേഷൻ മീൻസ് സ്റ്റോപ്പിംഗ് ഓഫ് എംപ്ലോയ്മെന്റ്. ഒരു എംപ്ലോയ്മെന്റ് അവസാനിച്ച ശേഷം, ജോലിയിൽ നിന്ന് പിരിഞ്ഞ ശേഷം, ജോലി പിരിച്ചുവിട്ട ശേഷം ഒരു എംപ്ലോയറും എംപ്ലോയിയുമായുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അദ്ദേഹം ജോലിയുള്ള സമയത്ത് മാത്രമുള്ള കാര്യമല്ല, അതിന് ശേഷവും അതുണ്ടാവും. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഒരു എംപ്ലോയർ റിട്ടയർ ചെയ്യുന്നു. അദ്ദേഹത്തിന് 60 വയസ്സായപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്ത് അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിക്കുകയാണ്. ഓക്കെ, വിരമിച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ സർവീസ് അവിടെ അവസാനിച്ചു അല്ലെ? പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് കുറെ പേയ്മെന്റ് പിന്നെയും കിട്ടും അല്ലെ? ഇപ്പൊ എംപ്ലോയീസിന്റെ കേസിലേക്ക് ആകുമ്പോൾ അവർക്ക് എന്തുണ്ടാവും? ഗ്രാറ്റുവിറ്റി കിട്ടും, പെൻഷൻ കിട്ടും, PF എന്നുള്ള എമൗണ്ട് കിട്ടും അല്ലെ? ഇങ്ങനെ കുറെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് എംപ്ലോയീസിന് ജോലിയിൽ നിന്ന് പിരിഞ്ഞ ശേഷവും കിട്ടുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ഈ പേയ്മെന്റ് സാലറി ഇൻകം ആണോ? അതിനുള്ള ആൻസർ നമ്മൾ നോക്കേണ്ടത് എവിടെയാണ്? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യണം അല്ലെ? നമ്മൾ കാണാൻ പറ്റുന്ന കാര്യം, ഇയാൾ റിട്ടയർ ചെയ്താലും ഇയാൾ പെൻഷൻ കൊടുക്കുന്നത് ആരാണ്? ഗവൺമെന്റ് തന്നെയാണ്, അല്ലെങ്കിൽ എംപ്ലോയർ തന്നെയാണ്. അത് വാങ്ങുന്നത് ഈ എംപ്ലോയിയാണ്.
അപ്പോൾ റിട്ടയർമെന്റിന് ശേഷമാണെങ്കിലും അല്ലെങ്കിൽ ആഫ്റ്റർ സെസേഷൻ ഓഫ് എംപ്ലോയ്മെന്റ്, ആഫ്റ്റർ സ്റ്റോപ്പിംഗ് ദി എംപ്ലോയ്മെന്റ്, ആഫ്റ്റർ ടെർമിനേഷൻ ഫ്രം ദി എംപ്ലോയ്മെന്റ് പേയ്മെന്റ് കിട്ടുകയാണെങ്കിൽ അത് കൊടുക്കുന്നത് എംപ്ലോയറും വാങ്ങുന്നത് എംപ്ലോയിയും ആയതുകൊണ്ടും അത് ഇദ്ദേഹത്തിന്റെ പ്രീവിയസ് സർവീസിനുള്ള കൺസിഡറേഷൻ ആയതുകൊണ്ടും നമ്മൾ പെൻഷൻ ഇദ്ദേഹത്തിന്റെ സാലറി ഇൻകം ആയിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത്. അടുത്ത പോയിന്റ് ടാക്സ് ഫ്രീ സാലറിയാണ്. എന്താണ് ടാക്സ് ഫ്രീ സാലറി എന്ന് പറയുമ്പോൾ അർത്ഥം? ടാക്സ് ഫ്രീ സാലറി മീനിങ് ഒരിക്കലും ടാക്സ് കൊടുക്കേണ്ടാത്ത സാലറി എന്നുള്ളതല്ല. ഇറ്റ് ഡസന്റ് മീൻ എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. ടാക്സിന് എക്സം ചെയ്യുന്ന സാലറി എന്ന മീനിങ് അല്ല, മറിച്ച് ടാക്സ് ഫ്രീ സാലറി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരു എംപ്ലോയിക്ക് ഒരു വർഷം സാലറി ഇനത്തിൽ, സാലറി എന്ന പേരിൽ എംപ്ലോയർ കൊടുക്കുന്ന എമൗണ്ട് ആണ് 3 ലക്ഷം രൂപ, 3 lakh rupees ആണ്. 3 ലക്ഷം രൂപ എംപ്ലോയിക്ക് സാലറി ആയിട്ട് എംപ്ലോയർ കൊടുത്തു. ഈ സാലറി എംപ്ലോയിയുടെ ഇൻകം ആണ് സ്വാഭാവികമായിട്ടും. എംപ്ലോയി എന്ത് ചെയ്യണം? ഈ 3 lakh rupees ടാക്സ് കൊടുക്കണം അല്ലെ? എംപ്ലോയിക്ക് വേണ്ടി ഈ ടാക്സിന്റെ എമൗണ്ടും എംപ്ലോയർ കൊടുക്കുകയാണ്. 3 ലക്ഷം സാലറിയും കൊടുത്തു. ഈ 3 ലക്ഷത്തിന് എംപ്ലോയി കൊടുക്കേണ്ടി വരുമായിരുന്ന ഇൻകം ടാക്സിന്റെ എമൗണ്ട് ഈ എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയർ കൊടുക്കുന്നു. ദ എമൗണ്ട് ഓഫ് ടാക്സ് ഇസ് പേയബിൾ ബൈ ദി എംപ്ലോയർ ഓൺ ബിഹാഫ് ഓഫ് ദി എംപ്ലോയി റിഗാർഡിംഗ് ദി ഇൻകം ഫ്രം സാലറീസ്. സാലറി ഇൻകവുമായി ബന്ധപ്പെട്ടുള്ള 3 ലക്ഷം രൂപക്കുള്ള ഇൻകം ടാക്സിന്റെ എമൗണ്ട് എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയർ. ഫോർ എക്സാമ്പിൾ, ഒരു 20,000 rupees ആണ് ടാക്സ് ആയിട്ട് ഈ എമൗണ്ടിന്, ഈ സാലറി ഇൻകത്തിന് എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയർ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി ഈ ഇൻകത്തിന് ടാക്സ് ആര് കൊടുക്കേണ്ട ആവശ്യമില്ല? എംപ്ലോയി കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ടാക്സ് ഫ്രീ സാലറി എന്ന് പറയുന്ന ഒരു മീനിങ് ഇതാണ്: ഈ എംപ്ലോയിക്ക് വേണ്ടി ടാക്സ് എന്നുള്ള ഈ ഒരു പേയ്മെന്റ് എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയർ മീറ്റ് ചെയ്യുമ്പോൾ അതും എംപ്ലോയി കിട്ടുന്ന ബെനിഫിറ്റ് ആണ് അല്ലെ? കാരണം 3 ലക്ഷമായിട്ട് സാലറി കിട്ടി ഒരു കേടും ഇല്ലാതെ. അതിന്റെ കൂടെ എന്തുകൂടെ ചെയ്തു? ഇയാൾക്ക് വേണ്ടി തന്നെ ഇയാൾ കൊടുക്കേണ്ടിയ ഒരു പേയ്മെന്റ് ഇയാൾക്ക് വേണ്ടി എംപ്ലോയർ കൊടുത്തു. ഒരു ബെനിഫിറ്റ് ആണ്. അപ്പൊ ആ ബെനിഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? എംപ്ലോയിയുടെ സാലറി ഇൻകം ആയിട്ട് കാണിക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എംപ്ലോയിയുടെ സാലറി കാണിക്കുന്ന സമയത്ത് നമ്മൾ സാലറി 3,20,000 എന്ന് കൊടുക്കണം. റുപ്പീസ് 3,20,000 ആണ് സാലറി വരിക. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അവസാനം സാലറിയും മറ്റ് ഹെഡ്സിലെ ഇൻകം എല്ലാം കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യും അല്ലെ? ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഇയാൾക്ക് വേണ്ടി എംപ്ലോയർ കൊടുത്ത റുപ്പീസ് 20,000 അവിടെ കുറക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് വരിക. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് ഫ്രീ സാലറി ആണെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് ടാക്സ് ആണോ എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയർ കൊടുത്തതെങ്കിൽ അതിനെ കൂടെ ഇദ്ദേഹത്തിന്റെ സാലറി ഇൻകമായി കണക്കാക്കണം. അങ്ങനെ ടാക്സബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുകയും പിന്നെ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഇദ്ദേഹത്തിന് വേണ്ടി എംപ്ലോയർ കൊടുത്ത ടാക്സിന്റെ എമൗണ്ട് കുറക്കുകയുമാണ് ചെയ്യേണ്ടത്. അതാണ് ടാക്സ് ഫ്രീ സാലറി ടൈമിന്റെ മീനിങ്. അതാണ്. അപ്പൊ ടാക്സ് കൊടുക്കേണ്ട സാലറി മീനിങ് അല്ല ഉള്ളതിന് പകരമായിട്ട് എന്താണ് ഇവിടെ എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയർ ടാക്സ് കൊടുക്കുന്നു എന്നുള്ള സെൻസിലാണ് നമ്മൾ ടാക്സ് ഫ്രീ സാലറി ടൈം അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡിഡക്ഷൻസ് ബൈ എംപ്ലോയർ ആണ്. എംപ്ലോയർ ഡിഡക്ട് ചെയ്യുന്ന കേസിലാണ് there will be some compulsory deduction by the employer from the salary income of the employee. ചിലപ്പോൾ എന്ത് സംഭവിക്കും? എംപ്ലോയിയുടെ സാലറി ഇൻകത്തിൽ നിന്ന് നിർബന്ധമായിട്ടും കുറെ എമൗണ്ട് എംപ്ലോയർ ഡിഡക്ട് ചെയ്യും, ഡിഡക്ഷൻ നടത്തും. എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒന്ന് പ്രൊവിഡന്റ് ഫണ്ട് അല്ലെ? നമ്മൾ പലതവണ എക്സാമ്പിൾ വന്നിട്ട് നമ്മൾ പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത്. എംപ്ലോയി കിട്ടുന്ന സാലറി എമൗണ്ടിന്റെ ഒരു ഭാഗം എന്ത് ചെയ്യും? ഈ PF-ലേക്കുള്ള കോൺട്രിബ്യൂഷൻ ആയിട്ട് എംപ്ലോയർ ഡിഡക്ട് ചെയ്യും. ഒന്നത്. മറ്റൊന്ന്, ഇപ്പൊ എംപ്ലോയീസിന് താമസിക്കാനുള്ള സൗകര്യം എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതിന് എംപ്ലോയർ ചെറിയ എമൗണ്ട് വാടക വാങ്ങുന്നു. വാടക വാങ്ങല പകരം എന്താ ചെയ്യുന്നത്? സാലറി എമൗണ്ട് നിന്ന് ഒരു നിശ്ചിത എമൗണ്ട് കുറക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് ശേഷമുള്ള എമൗണ്ട് എംപ്ലോയി കിട്ടുള്ളൂ. അതും ഡിഡക്ഷൻ ആണ് അല്ലെ? അപ്പൊ ഇതുപോലെ തന്നെ ചിലപ്പോൾ ടാക്സുമായി ബന്ധപ്പെട്ട ഡിഡക്ഷൻ ഉണ്ടാവും. ഇങ്ങനെ പല ഡിഡക്ഷൻസ് എന്തുണ്ടാവും? എംപ്ലോയർ എംപ്ലോയിയുടെ സാലറി ഇൻകത്ത് നടത്തും. അപ്പൊ നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയാം. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയട്ടെ. ഇപ്പോ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കുക. 3 ലക്ഷം രൂപയാണ് എംപ്ലോയിക്ക് സാലറി ആയിട്ട് കിട്ടിയത്. സോറി സാലറി ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് 3 ലക്ഷം രൂപയാണ്. സാലറി ഡ്യൂ എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയാണ്. ഈ 3 ലക്ഷം രൂപയിൽ നിന്ന് എംപ്ലോയർ എന്ത് ചെയ്യുന്നു? PF-ലേക്കുള്ള കോൺട്രിബ്യൂഷൻ ആയിട്ട് റുപ്പീസ് 20,000 കുറച്ചു. അത് കുറച്ചിട്ട് ബാക്കി ഈ എംപ്ലോയി കിട്ടുന്ന സാലറി എമൗണ്ട് എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവുള്ളൂ? റുപ്പീസ് 2,80,000 ഉണ്ടാവുള്ളൂ അല്ലെ? സോ ദി ആക്ച്വൽ എമൗണ്ട് ഓഫ് സാലറി ഡ്യൂ ടു ദി എംപ്ലോയി ബിഫോർ മേക്കിംഗ് ഡിഡക്ഷൻസ് ഈസ് റുപ്പീസ് 3 lakh. The employer is deducting rupees 20,000 towards the PF account of employee, and thereafter the employee is giving rupees 2,80,000 as salary to the employee. So in this particular example,
ദി എംപ്ലോയി ഈസ് റിസീവിംഗ് ₹2,80,000. അല്ലെ, 2,80,000 ഇവിടെ എംപ്ലോയി സ്വീകരിക്കുന്ന എമൗണ്ട്. അങ്ങനെയാണെങ്കിലും നമ്മൾ ടാക്സബിൾ സാലറി ഇൻകം ആയിട്ട് കാണിക്കുന്നത് ഡിഡക്ഷന് മുമ്പുള്ള എമൗണ്ട് ആണ്. 3 ലക്ഷം തന്നെ നമ്മൾ ടാക്സബിൾ സാലറി ഇൻകം ആയിട്ട് കാണിക്കണം. എന്ന് പറഞ്ഞാൽ എംപ്ലോയിക്ക് ഡ്യൂ ആകുന്ന സാലറി എമൗണ്ട് എത്രയാണോ അതാണ് ടാക്സബിൾ സാലറി എന്ന് പറയാം. മറ്റു ഡിഡക്ഷൻസ് എല്ലാം കുറക്കുന്നതിന് മുമ്പ്, ഡിഡക്ഷൻസ് എന്ത് തന്നെയാണെങ്കിലും എംപ്ലോയർ കുറക്കുന്ന എന്ത് ഡിഡക്ഷൻ ആണെങ്കിലും അതിന് മുമ്പുള്ള സാലറി ഇൻകം എത്രയാണോ ആ ഇൻകത്തെയാണ് നമ്മൾ ഇദ്ദേഹത്തിന്റെ സാലറി ഇൻകം ആയിട്ട് കാണിക്കേണ്ടത്. അതാണ് ഡിഡക്ഷൻസുമായി ബന്ധപ്പെട്ടുള്ള റൂൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സാലറി ഓഫ് എ മെമ്പർ ഓഫ് പാർലമെന്റ്. ഒരു എം പിയുടെ സാലറിയാണ്. ഒരു എം പിക്ക് സാലറി കിട്ടും അല്ലെ. എം പി എന്ന് പറയുന്ന മെമ്പർ ഓഫ് പാർലമെന്റ്, നമ്മുടെ പാർലമെന്റ് അംഗങ്ങൾ, അവർക്ക് ഗവൺമെന്റ് എം പിയുടെ സാലറി എമൗണ്ട് എന്ന പേര് സാലറി കൊടുക്കും, അലവൻസ് കൊടുക്കും, മറ്റ് ബെനിഫിറ്റ്സ് ഒക്കെ കൊടുക്കും അല്ലെ. അപ്പൊ ഒരു എം പിക്ക് സാലറി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ എമൗണ്ടിനെ ഇദ്ദേഹത്തിന്റെ സാലറി ഇൻകം ആയിട്ട് കണക്കാക്കേണ്ടതുണ്ടോ? വെദർ ദി ഇൻകം റിസീവ്ഡ് ബൈ ആൻ എം പി ആസ് സാലറി ഇറ്റ് ഈസ് ടാക്സബിൾ ഓർ നോട്ട് ആസ് ഇൻകം ഫ്രം സാലറി. എന്താണ് ഷമീമ അതിന്റെ ആൻസർ? ഒരു എം പിക്ക് സാലറി എന്ന പേരിൽ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് എം പിയുടെ ഇൻകം ഫ്രം സാലറീസിനകത്ത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഷമീമ പ്ലീസ്. എങ്ങനെ സാലറി ഇൻകം ആയിട്ട് കാണിക്കേണ്ടി വരുന്ന. നാജിയ എന്ന് പറഞ്ഞാൽ നാജിയ നസ്രീൻ, വാട്ട് അബൌട്ട് ദി ടാക്സിബിലിറ്റി ഓഫ് ദിസ് പേയ്മെന്റ്? നാജിയ നസ്രീൻ. കാണിക്കണ്ട തോന്നുന്നത്. എന്താ തോന്നുന്നത്? കാരണം എന്താ തോന്നാൻ കാരണം? ഒന്നുമില്ല, എം പിന്റെ സാലറി എന്നൊക്കെ പറയുമ്പോ ഹോണററി എത്തില്ല കാണിച്ച. എംപ്ലോയുടെ സാലറി അതിന് കൊടുക്കുന്ന പേര് സാലറി തന്നെയാണ്. സാലറി ടു എം പി തന്നെയാണ് പറയാ. ആണോ? എനിക്കറിയില്ല. അപ്പൊ കാണിക്കേണ്ടി വരുമോ? അപ്പൊ നാജിയക്ക് അറിയില്ല. ശ്രീജിത്തെ എന്ത് പറയുന്നു? എനിക്കും കൊടുക്കേണ്ടി വരുന്ന തോന്നുന്നത്. ഓക്കെ, എന്നാൽ നമ്മള് ഇപ്പോ നമ്മളിതിൽ സാലറി ഇൻകം പറഞ്ഞപ്പോ ഏറ്റവും ആദ്യം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. എന്താണത്? റിലേഷൻഷിപ്പ് ഓഫ് എംപ്ലോയർ ആൻഡ് എംപ്ലോയി. പേയർ മസ്റ്റ് ബി ദി എംപ്ലോയർ ആൻഡ് പേയ് മസ്റ്റ് ബി ദി എംപ്ലോയി എന്നാണ് റൂള് അല്ലെ. കൊടുക്കുന്ന ആൾ എംപ്ലോയറും വാങ്ങുന്ന ആൾ എംപ്ലോയിയും ആയെങ്കിൽ മാത്രമേ അത് ടാക്സബിൾ സാലറി ഇൻകം ആവുകയുള്ളൂ. ഇപ്പൊ നമ്മളൊരു എം പിയുടെ കേസ് നോക്കുക. ഒരു എം പി എന്ന് പറയുമ്പോൾ അദ്ദേഹം സാലറി കൊടുക്കുന്ന ഗവൺമെന്റ് ആണ് അല്ലെ. ഗവൺമെന്റിന്റെ എംപ്ലോയി അല്ല ഒരു എം പി എന്ന് പറയുന്ന ആള്. ആണോ? അല്ല അല്ലെ. ശരിക്കും എം പിമാരെല്ലാം കൂടിച്ചേരുന്നതാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത് അല്ലെ. എം പിമാരിൽ ഭൂരിപക്ഷം നേടുന്ന കക്ഷിയുടെ ആളുകളാണ് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് മാറുന്നത്. അപ്പോ എം പി എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഒരു എംപ്ലോയി അല്ല. ആ പേയ്മെന്റ് കൊടുക്കുന്ന ഗവൺമെന്റ് എംപ്ലോയറും അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്തല്ല, ഈ എം പിയുടെ ഇൻകം ഫ്രം സാലറീസ് അല്ല. നിങ്ങൾ ടാക്സബിൾ ആണ്. ടാക്സ് കൊടുക്കണം ആ ഇൻകത്തിന്. ടാക്സ് കൊടുക്കുന്ന നമ്മൾ ടാക്സ് ചെയ്യപ്പെടുന്നത് അവസാനത്തെ ഹെഡ് ഓഫ് ഇൻകം ആയിട്ടുള്ള ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ഹെഡിനകത്താണ്. ദിസ് എമൗണ്ട് ഈസ് ടാക്സബിൾ ആസ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ദിസ് ഇസ് നോട്ട് റിഗാർഡ് ആസ് ഇൻകം ഫ്രം സാലറി. ഓക്കെ, അപ്പോ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എം പിക്ക് കിട്ടുന്ന സാലറി, അതിന്റെ പേര് അങ്ങനെ തന്നെയാണ്, സാലറി ടു എം പി തന്നെയാണ് പറയാം. ഓക്കെ, അത് പക്ഷേ ടാക്സബിൾ സാലറി ഇൻകം ആയിട്ടല്ല നമ്മൾ കാണിക്കേണ്ടത്. ഒറ്റ നമ്മൾ അവസാനിപ്പിക്കാം. വൺ മോർ റൂൾ. സാലറി ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണർക്കുള്ള സാലറി. നമ്മളൊക്കെ പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് പഠിച്ചതാണ് അല്ലെ. ഫേംസിന്റെ അക്കൗണ്ട് ഒക്കെ പഠിച്ച ആൾക്കാരാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. പാർട്ട്നേഴ്സ് സാലറി കിട്ടും അല്ലെ. അതിന്റെ ആക്റ്റീവ് പാർട്ട്നേഴ്സ് ആണെങ്കിൽ അവർക്ക് സാലറി കിട്ടും. അതുപോലെ തന്നെ അവർക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടും, പ്രോഫിറ്റിന്റെ ഷെയർ കിട്ടും. ഇങ്ങനെ പല ബെനിഫിറ്റ്സും പാർട്ട്നേഴ്സിന് കിട്ടും. അപ്പൊ ഒരു പാർട്ട്ണർക്ക് സാലറി കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ അതിന്റെ പേര് പാർട്ട്ണർ സാലറി എന്നാണ്. നമ്മൾ അതിനെ ടാക്സബിൾ സാലറി ഇൻകം ആയിട്ട് കാണിക്കേണ്ടതുണ്ടോ? ഉണ്ടോ ഗാഥ? കാണിക്കേണ്ടി വരും. കാണിക്കേണ്ടി വരും. ഗാഥ പറയുന്നു പാർട്ട്ണർ സാലറി ഇൻകം ആയിട്ട് കാണിക്കേണ്ടി വരും. ഓക്കെ, വേറെ ആരൊക്കെ ഇപ്പൊ നമ്പറൊക്കെ ഇട്ട് പോയത്? ആർദ്ര രാജ്, എന്താണ് എന്റെ അവസ്ഥ? പാർട്ട്ണർ സാലറി ആർദ്ര കേൾക്കുന്നില്ലേ? മുഫീദ
ഒന്ന് പറഞ്ഞ മുഫീദ. വാട്ട് അബൌട്ട് സാലറി ഓഫ് എ പാർട്ട്ണർ? കാണിക്കേണ്ടി വരില്ല. കാണിക്കേണ്ടി വരില്ല. എന്തുകൊണ്ടാണ്? അവിടെ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ലല്ലോ. യെസ്, വെരി ഗുഡ് അല്ലെ. അതാണ് എന്റെ ആൻസർ എന്ന് പറയുന്നത്. പാർട്ട്ണർ എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ആ ഫേമിലെ എംപ്ലോയി അല്ല അല്ലെ. ശരിക്കും പാർട്ട്ണറിന്റെ ഓണറാണ്. പാർട്ട്നേഴ്സ് ആണ് ഫേമിന്റെ ഓണേഴ്സ് അല്ലെ. അപ്പൊ ഒരിക്കലും അവിടെ ഒരു പാർട്ട്ണറും ആ ഫേമും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എംപ്ലോയർ റിലേഷൻഷിപ്പ് അല്ല. അപ്പൊ നമ്മൾ ഒരിക്കലും അതിന്റെ പേര് സാലറി എന്നൊക്കെ തന്നെയാണെങ്കിലും നമ്മൾ ഇൻകം ഫ്രം സാലറീസ് എന്ന ഹെഡിനകത്ത് കാണിക്കാൻ പാടില്ല. മറിച്ച് നമ്മൾ ആ ഇൻകത്തെ ടാക്സിബിൾ ഇൻകം ആയിട്ട് കാണിക്കേണ്ടത് ഇൻകം ഫ്രം ബിസിനസ്, മൂന്നാമത്തെ ഹെഡിനകത്താണ്. പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിനകത്താണ് ഒരു പാർട്ട്ണർ കിട്ടുന്ന സാലറി എമൗണ്ടിനെ നമ്മൾ ഇൻകം ആയിട്ട് കാണിക്കേണ്ടത്. അതിന് ഇൻകം ഫ്രം സാലറി ആയിട്ട് കാണിക്കാൻ പാടില്ല. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട ചില റൂളുകൾ. ഇനി നമുക്ക് കുറച്ച് റൂൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. പ്രധാനമായിട്ട് വരുന്ന റൂളുകൾ ഇതൊക്കെയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ തോന്നുന്നു.